നോമ്പുദിന ധ്യാനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അല്പസമയത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം പ്രാർത്ഥന. വേദഭാഗം മത്തായി 6 അധ്യായം 5 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. കുറുവാക്യം മത്തായി 6 അധ്യായം 6 വാക്യം. നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. പ്രാർത്ഥന എന്നത് സ്വർഗസ്ഥനായ പിതാവുമായുള്ള ആത്മാർത്ഥവും വ്യക്തിപരവുമായുള്ള സംഭാഷണമാണ്. പ്രാർത്ഥന നമ്മെ ദൈവിക പൂർണ്ണതയിലേക്ക് സമന്വയിപ്പിക്കുകയും ആത്മീയ പോഷണം നേടുവാൻ സഹായിക്കുകയും ചെയ്യും. എന്നാൽ ഇന്നത്തെ ലോകം നമ്മെ പഠിപ്പിക്കുന്നത് കാണപ്പെടുക, കേൾക്കപ്പെടുക, പ്രശംസിക്കപ്പെടുക എന്നതാണ്. അപ്രകാരം ഇന്ന് പ്രാർത്ഥനകൾ ഒരു പ്രദർശനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ നാം എങ്ങനെ പ്രാർത്ഥിക്കണമെന്നും നമ്മുടെ പ്രാർത്ഥന എപ്രകാരമായിരിക്കണമെന്നും കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നു. ഒന്നാമതായി, പ്രാർത്ഥന രഹസ്യത്തിൽ നിന്നും ആരംഭിക്കേണ്ടത്. നമ്മുടെ പ്രാർത്ഥനകൾ ഒരിക്കലും മറ്റുള്ളവരെ കാണിക്കുവാനോ കേൾപ്പിക്കുവാനോ വേണ്ടിയുള്ളതാകരുത്. എത്ര വാക്കുകൾ ഉപയോഗിച്ച് നമ്മൾ പ്രാർത്ഥിച്ചാലും, എത്ര ശബ്ദമുയർത്തി നമ്മൾ പ്രാർത്ഥിച്ചാലും നമ്മുടെ ഹൃദയം ശൂന്യമാണ് എങ്കിൽ അതൊരിക്കലും ആ പ്രാർത്ഥന സ്വർഗം കേൾക്കുകയില്ല. ദൈവം നമ്മുടെ പ്രാർത്ഥനയുടെ ശബ്ദത്തിന്റെ ഉയരമല്ല, മറിച്ച് നമ്മുടെ ഹൃദയത്തിന്റെ ആഴമാണ് നോക്കുന്നത്. നമ്മുടെ പ്രാർത്ഥനയിലെ വാക്കുകളുടെ നീളമല്ല, മറിച്ച് നമ്മുടെ ഹൃദയത്തിന്റെ ആത്മാർത്ഥതയാണ് നോക്കുന്നത്. ഒരുവൻ നിശബ്ദതയോടും കണ്ണീരോടും കൂടെ ആത്മാർത്ഥതയോടെ തന്റെ ഹൃദയത്തിലെ പ്രാർത്ഥന ദൈവത്തോട് അർപ്പിക്കുമ്പോൾ അത് സ്വർഗം കേൾക്കുന്ന പ്രാർത്ഥനയായി മാറുന്നു. രണ്ടാമത്, പ്രാർത്ഥന രഹസ്യത്തിൽ നിർവഹിക്കേണ്ടത്. രഹസ്യത്തിലുള്ള പ്രാർത്ഥന നമ്മെ ദൈവത്തോട് കൂടുതലായി അടുപ്പിക്കുന്നു. ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ നമ്മുടെ യാഥാർത്ഥ്യം ദൈവസന്നിധിയിൽ വെളിപ്പെടുത്തുന്നു. നമ്മുടെ ആവശ്യങ്ങൾ നാം ദൈവത്തോട് പറയുന്നതിനപ്പുറം തന്നെ ആ ആവശ്യങ്ങൾ ദൈവം അതിനു മുൻപേ അറിയുന്നവനാണ്. അതിനാൽ അതിന് തക്കതായ പ്രതിഫലം ദൈവം നൽകുന്നു. അപ്രകാരം നമ്മുടെ പ്രാർത്ഥനകൾ ഹൃദയത്തിൽ നിന്ന് ആരംഭിക്കുന്നതും രഹസ്യത്തിലുള്ളതും അതോടൊപ്പം തന്നെ ആത്മാർത്ഥതയുള്ളതും കാപട്യമില്ലാതെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതുമാകണം. അപ്രകാരം പ്രാർത്ഥിക്കുവാൻ സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.